നീർക്കുമിളയുടെ ആയുസ്സാണ് നമുക്കുള്ളത് എന്ന് പറയും. അത് പ്രോട്ടോൺ, അതായത് ശൈവശക്തി നമുക്ക് നൽകുന്ന ഗ്യാരണ്ടിയാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ ഗ്യാരണ്ടിയാണ് നീർക്കുമിളയുടെ ഗ്യാരണ്ടി. സൈനൈഡ് നക്കി നോക്കിയാൽ ടേസ്റ്റ് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ചെറിയ ഒരു ഗ്യാരണ്ടി മാത്രമാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഗ്യാരണ്ടി. ക്ഷിപ്രകോപിയാണ് ശിവൻ, പെട്ടെന്ന് സംഹരിച്ച് കളയും. അത്രയും സംഹാരമൂർത്തിയാണ് പ്രോട്ടോൺ, ശൈവകണം, നമ്മുടെ ശരീരത്തിന് കാരണമായിരിക്കുന്ന സ്ഥൂലകണം. എന്നാൽ നമ്മളുടെ ഹൃദയം നമുക്ക് നൽകുന്ന ഗ്യാരണ്ടിയാണ്. നമ്മളുടെ മൂക്കും വായും കൂടി പൊത്തിപ്പിടിച്ചാൽ 3 മിനിറ്റ്. ആ 3 മിനിറ്റാണ് ഹൃദയം നമുക്ക് നൽകുന്ന ഗ്യാരണ്ടി. വിഷ്ണു ജൈവകണം നമുക്ക് നൽകുന്ന ഗ്യാരണ്ടി. ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ പടമാകും. ശൈവകണത്തേക്കാൾ കൂടുതൽ ഗ്യാരണ്ടിയാണ് ജൈവകണം നമുക്ക് നൽകുന്നത്. 30 സെക്കൻഡ് മാത്രം ഗ്യാരണ്ടിയുള്ള ശൈവകണവും 3 മിനിറ്റ് മാത്രം ഗ്യാരണ്ടിയുള്ള ജൈവകണവും ചേർന്ന നമ്മളെ ആരാണ് 120 വയസ്സ് വരെ ഗ്യാരണ്ടി നൽകി കൊണ്ടുപോകുന്നത്? അറിയോ? അത് നമ്മളുടെ ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടിയാണ് 120 വർഷം. മനുഷ്യൻ്റെ ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടിയാണ്, ആത്മാവ് നൽകുന്ന ഗ്യാരണ്ടി പീരീഡാണ് 120 വർഷം വരെ പൂർണ്ണാരോഗ്യത്തോടുകൂടി. ഭൂമി സൂര്യനെ 120 പ്രാവശ്യം ഭ്രമണം ചെയ്തു വരുന്നത് വരെയുള്ള ഗ്യാരണ്ടി 100%. ദൈവഗണം നൽകുന്ന ദൈവത്തിൻ്റെ ഗ്യാരണ്ടിയാണ്. ദൈവഗണം എന്ന് പറയുന്ന, കാരണഗണം എന്ന് പറയുന്ന ഇലക്ട്രോൺ നൽകുന്ന ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടിയാണ്, ബ്രഹ്മാവിൻ്റെ ഗ്യാരണ്ടിയാണത്. 100% ആരോഗ്യത്തോടെ 100% ഗ്യാരണ്ടി 120 വർഷം വരെ നമ്മൾ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ അന്ധവിശ്വാസത്തെ വെടിയണം. ആര് പറയുന്നത് അനുസരിച്ച് ജീവിക്കണം? ആത്മശക്തിയാൽ, അറിവിനാൽ നമ്മൾ ജീവിക്കണം. ആരോടൊപ്പം? ആത്മാവിനോടൊപ്പം. മനുഷ്യൻ്റെ ബീജാത്മാവിൻ്റെ വൈഭവത്തിൽ, ആ ആത്മബലത്തിൽ നമ്മൾ ആ അറിവിനൊപ്പം നമ്മൾ ജീവിക്കണം. 120 വർഷം പൂർണ്ണാരോഗ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശാസ്ത്രവിശ്വാസികളാവണം. അപ്പോൾ നമ്മളുടെ ശരീരത്തിന് 120 വയസ്സ് വരെ പൂർണ്ണാരോഗ്യത്തോടു കൂടി ആത്മാവിനൊപ്പം, ജീവനൊപ്പം സഞ്ചരിക്കുവാൻ കഴിയും. അതിനാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമില്ല, പിന്നെ എന്ത് വിശ്വാസമാണ്? ദ്രവ്യവിശ്വാസം. ദ്രവ്യവിശ്വാസമാണ് ദൈവവിശ്വാസം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിശ്വാസമല്ല ദൈവവിശ്വാസം. ദ്രവ്യമാണ് ദൈവം. ആ യഥാർത്ഥമായിരിക്കുന്ന അറിവിനെയാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ദൈവമായിട്ട്? പരമസത്യമായിരിക്കുന്ന അറിവിനെ സ്വീകരിക്കുക. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിപ്രായം എന്നാണ് അർത്ഥം. മതങ്ങൾ പറയുന്ന അഭിപ്രായത്തിനൊത്തല്ല നമ്മൾ ജീവിക്കേണ്ടത്. പരമസത്യമായിരിക്കുന്ന ആ അറിവിനൊപ്പം, ശാസ്ത്രത്തിനൊപ്പം നമ്മൾ ജീവിക്കൂ. ജ്ഞാനശക്തിയെയും ക്രിയാശക്തിയെയും ഇച്ഛാശക്തിയാൽ ചേർത്ത് വെച്ച് 120 വയസ്സ് വരെ സഞ്ചരിക്കുവാൻ, പൂർണ്ണാരോഗ്യത്തോടെ സഞ്ചരിക്കുവാനുള്ള ശാസ്ത്രവിശ്വാസത്തിലായിരിക്കണം നമ്മുടെ ജീവിതം.